മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഈ ഫിനാലെ വേദിയിൽ ഇനി അടുത്ത മത്സരാർത്ഥി വരുന്നത് അങ്ങ് സിംഗപ്പൂരിൽ നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഭവ്യ. അപ്പൊ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് ഭവ്യയെ സ്വാഗതം ചെയ്തിട്ടും ഇവിടെ നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനുള്ള ഉത്തരവുണ്ട്. ഭവ്യയുടെ ഹസ്ബൻഡ് സിംഗപ്പൂരാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശ്വസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഫിനാലെ വേദിയിൽ ഭവ്യ പാടുന്നതിന് മുമ്പ്. അപ്പൊ ആഗ്രഹം നമുക്ക് ഈ വേദിയിൽ തന്നെ സാധിക്കാന്ന് വിചാരിച്ചു. കണ്ടാലോ? ഓ ആയിക്കോട്ടെ. കാണാം. സുഖല്ലേ? സുഖം, സുഖായിരിക്കുന്നു. ഞാൻ വീണ്ടും സൂം കോളിലെത്തി. വരാൻ പറ്റിയില്ല. ഇങ്ങനെയായാലും ഓക്കെ ആണ്. ഓക്കെ, അപ്പോ എന്റെ വക ഒരു ബെസ്റ്റ് വിഷസ് പറയാനാണ്. നീ എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എനിക്കറിയാം. എനിക്ക് പ്രോഗ്രാം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സൂം കോളിൽ എനിക്ക് എന്തായാലും ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ്. സന്തോഷായി. ഞാൻ എന്തായാലും കൂടെ ഉണ്ട്. നീ എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യും. ഓ തീർച്ചയായും. ഓക്കെ, അപ്പൊ ചേട്ടാ, അപ്പൊ സൂം കോൾ തന്നെ വെയിറ്റ് ചെയ്തോളൂ. ഭവ്യ പാടുന്നത് ലൈവായിട്ട് കേട്ടോണ്ടിരിക്കാം കേട്ടോ. ഭവ്യ, അപ്പോൾ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ വേദിയിലോട്ട് ഹസ്ബൻഡിനെ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷേ വീഡിയോ കോൾ ത്രൂ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഭവ്യയുടെ ഈ പെർഫോമൻസ് മൊത്തം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ, ടെൻഷൻ ഒന്നുമില്ല, കൂളാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മന്മനു വീണയിൽ നീ ശ്രുതി ചേർത്തൊരു തന്ത്രി രാഗവേ തുരുമ്പു വന്നു
ഭവ്യ ഓ. ഈ ഫിനാലെ വേദിയിൽ ചാലഞ്ച് റൗണ്ടുമായിട്ടാണ് ഇപ്പോ വന്നത്, പെർഫോം ചെയ്തത്. നന്നായി ചെയ്യാൻ പറ്റിയോ? എനിക്ക് ഇഷ്ടമായി ഞാൻ പാടിയത്. ആഹാ, ആ. ഹസ്ബൻഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലൈവായിട്ട്. ആ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? തീർച്ചയായും. ശരി, എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി, സൂപ്പർ ആയിരുന്നു താങ്ക് യു മാം. ഈ പാട്ട്. പൊതുവെ ഫീമെയിൽസ് അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല. ആ. വളരെ കുറച്ച് പേരായിട്ടുണ്ടാവുള്ളൂ ഇത് പാടിയിട്ട്. അത് ഭവ്യ ഇങ്ങനെ ഒരു വേദിയിൽ ഫിനാലേക്ക് എടുത്തു കൊണ്ടുവന്നതിൽ തന്നെ എന്റെ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ ഈ ധൈര്യം കണ്ടിട്ടില്ല. സന്തോഷം. ഉഗ്രനായിരുന്നു ഭവ്യ. താങ്ക് യു മാം. നല്ലോണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്ത് പാടി എന്ന് പറയുന്നത് ഭവ്യ അത് നമുക്ക് ഫീൽ ചെയ്യാം. എൻജോയ് ചെയ്ത് പാടുകയാണെന്നുള്ളതും ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു മാം. ഇനിയും അതുപോലെ നമുക്ക് ഇനി റൗണ്ടുകളുണ്ട്. അതെ അപ്പൊ അതിനി കീപ് ഇറ്റ് ഗോയിങ്. താങ്ക് യു മാം. വേണിച്ചേട്ടാ. ഹലോ, ഓ ഈ സുശീലാമ്മേ എന്തു പറയുന്നു? സന്തോഷം. ഞങ്ങളുടെ സുശീലാമ്മയാണത്. എന്നെ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം അത്. കാട്ടിലെ പാഴ്മുളം ആദ്യമായിട്ട് സുശീലാമ്മ പാടി കേട്ടു. നന്നായി പാടി താങ്ക് യു കേട്ടാ. താങ്ക് യു സാർ. അതെ. ആൻഡ് വെൻ യു സിംഗ് ഇൻ ശ്രുതി, ശ്രുതി ചേർന്ന് പാടുമ്പോൾ നല്ല സുഖം. That is പ്രമാദം. പിന്നെ ഈ ഒരു ചങ്കൂറ്റം, അത് ദാറ്റ് ഇസ് ഗ്രേറ്റ്. താങ്ക് യു സാർ. ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സാർ. ചേച്ചി, ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഗട്ട്സ് തന്നെയാണ്. അതെ. കാരണം ശരിക്കും ദാസേട്ടനൊക്കെ അങ്ങനെ പാടി പതിച്ചു വെച്ചിരിക്കുന്ന പാട്ട് ആ. ഒന്ന് ഫീമെയിൽ വേർഷനിലോട്ട് പാടാൻ എല്ലാവരും ഒന്ന് മടിക്കും. പക്ഷെ അത് ഒരു മടി കൂടാതെയും അത് അറ്റംപ്റ്റ് ചെയ്തത് ഒരു ഭയങ്കര ഒരു ധീര വനിത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. അതൊരു വലിയ കാര്യമാണ്. കൂട്ടത്തില് സിംഗപ്പൂർ എന്നൊക്കെ ഇവിടെ എവിടെയോ ഇങ്ങനെ ഒരു അതെ, അതെ, അതെ. ഹസ്ബൻഡ് സിംഗപ്പൂർ ഹസ്ബൻഡ് അല്ലേ? ഞങ്ങൾ അവിടെ ആയിരുന്നു. ഈ നാട്ടിൽ മത്സരിക്കാൻ വന്ന വേണ്ടി ഇവിടെ സമയത്ത് വന്നതാ. ഈ നേരെ ഇങ്ങോട്ടേക്കാ വന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് പോവോ? പോയിട്ടില്ല. പോയിട്ടില്ല, ഒന്നും പോകുമോ? തീരുമാനിച്ചില്ല. പോകുമോ? ഒന്നും തീരുമാനിച്ചില്ല. എന്നെ പോരെ പോകണോ വേണ്ടയോ? ഞാനിപ്പോ കുറച്ച് നാളായിട്ട് സിംഗപ്പൂരാണ്. ഓ സന്തോഷം. അതെ അതെ, ഞാൻ സിംഗപ്പൂർ അവിടെ. എവിടെയായിട്ടാ? സിംഗപ്പൂർ ജംഗ്ഷൻ. അല്ല, സീരിയസ്ലി സീരിയസ് ആയിട്ട് സിംഗപ്പൂർ അറിയോ? അറിയാം കുറച്ചൊക്കെ. അതെയോ? ഓക്കേ. എവിടെയായിട്ടാ? ഞാൻ അപ്പർ സെറാങ്കുൺ റോഡിലാണ്. സോമവിൽ വാക്ക് അറിയോ? ആ, അറിയും അറിയും. നെക്സ്റ്റ് മോളിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. നിങ്ങൾ തമ്മിൽ അറിയാം. സംസാരിച്ചോളൂ. ഇല്ല അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ഓഫ് കോഴ്സ് സന്തോഷം. ഈ പറഞ്ഞ മാതിരി ഇത് സംതിങ് ഞാൻ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് കാണുന്ന വെച്ചാൽ കുറച്ചുകൂടെ വൈഡ് റീജിയനിലേക്കൊക്കെ നമ്മൾ അല്ലേ, നമ്മുടെ പാർട്ടിസിപ്പൻസ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ ഓണറാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ അതിനകത്ത് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഹസ്ബൻഡ്, എനിക്ക് പൊതുവേ എല്ലാ തവണയും പറയേണ്ടെന്ന് ഞാൻ ഒതുക്കി വെക്കുന്ന ഒരു കാര്യം, ഈ ഹസ്ബൻഡിന്റെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പം എല്ലാവരുടെയും മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം. ഇപ്പൊ ആ സൂം കോളിൽ തന്നെ കണ്ടാ അറിയാം, ഭയങ്കര സന്തോഷത്തിലാണ് തുടങ്ങിയത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇസ് റിയലി ഗുഡ്. എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല അനുഗ്രഹം നമ്മുടെ എല്ലാ കലാകാരികൾക്കും ഉണ്ടാകട്ടെ എന്ന ഒരു വലിയ സന്തോഷം പറയാനുണ്ട് കേട്ടോ. ഭവ്യ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. പിന്നെ ഇപ്പൊ ഭവ്യയുടെ ഹസ്ബൻഡിന്റെ ഇപ്പോ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭവ്യയുടെ ഹസ്ബൻഡ് ഇതുവരെയായിട്ടും ഈ ഒരു വേദിയിലേക്ക് എത്തിയിട്ടില്ല. ബാക്കി മത്സരാർത്ഥികളുടെ ഹസ്ബൻഡ്സ് ഒക്കെ ഇവിടെ സപ്പോർട്ടുമായിട്ടും പെർഫോമൻസിന്റെ കൂടെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഭവ്യയുടെ ഹസ്ബൻഡിനെ മാത്രം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ സൂം കോൾ വഴിയൊക്കെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലേ? അതെ. ഫിനാലെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം എന്നായിരുന്നു ഒരു പ്രതീക്ഷ. ഞാനും പ്രതീക്ഷിക്കാൻ പക്ഷെ എത്താൻ പറ്റില്ല അല്ലേ? അപ്പൊ എന്തായാലും പുള്ളി സൂം കോളിലുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് സംസാരിക്കാം. ബോധം കിട്ടും. സിംഗപ്പൂരിലുള്ള ആളെ ദേ ഈ വേദിയിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അച്ഛനെ വിളിക്കുന്ന, ഓടി വന്നേ വാ. അന്ന് ഞങ്ങൾ ഒരു വാക്കാലൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു സംശയമായിരുന്നു ആൾ എത്തുമെന്ന്. പക്ഷെ അതാ ഫിനാലെ വേദിയിൽ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ പിച്ച് നോക്കിക്കോളൂട്ടോ, ആൾ തന്നെയാണ്. അല്ലാണ്ട് തന്നെ ഒരു നുള്ളു കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇന്നലെ ചോദിച്ചു, ഫ്ലൈറ്റ് കയറിയോ എത്തിയോ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞേ. എന്നാലും എനിക്ക് ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല, കയറിയില്ല, വരുന്നില്ല, വരാനാവൂല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ രാത്രി ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇറങ്ങിയോ,
എവിടെയാന്ന് റൂമിലാണോ ഞാൻ പിന്നെയും ചോദിച്ചു. ഞാനിവിടെ എത്തി എന്നുള്ള എന്തെങ്കിലും ഒരു മനസ്സിൽ വഴിയുണ്ടെങ്കിൽ തന്നെയായിരുന്നു. എത്തും. അതേ മനസ്സിൽ തന്നെയായിരുന്നു. അപ്പോഴും പറഞ്ഞു ഇല്ല വരുന്നില്ല, അങ്ങനെ തന്നെയാ പറഞ്ഞത്. ശരി, എന്താണ് ഹസ്ബൻഡിന് പറയാനുള്ളത്? ഭവ്യ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവിടെ സിംഗപ്പൂരിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നത്. ഇവിടെ ഫിനാലെ വരെ എത്തി നിൽക്കുവാണ്. നമ്മൾ 12 പേരിൽ നിന്നാണ് തുടങ്ങിയത്, ഇപ്പൊ 5 പേരിൽ ഒരാളായി നിൽക്കുന്നു. ഇപ്പൊ ഭവ്യയുടെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു. എന്താണ് ഭവ്യയുടെ ഈ ഒരു സംഗീത യാത്രയെ പറ്റിയും ഈ ഫൈനലിസ്റ്റ് ആയതിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവളുടെ കഴിവ് സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓരോ റൗണ്ട് കഴിയുന്തോറും അവളുടെ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഗ്രൂമേഴ്സൊക്കെ അവളെ കഴിവ് പോളിഷ് ചെയ്തെടുക്കുന്നതും അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും, ജഡ്ജസ് നമ്മളൊക്കെ ജഡ്ജസിനെ കാണുകയുള്ളൂ, അവരൊരിക്കലും നമ്മളെ കാണില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജഡ്ജസ് നമ്മളെ വേണു സാറും മഞ്ജരി മാഡം എല്ലാം നമ്മളെ കാണുന്നത് പ്രതീക്ഷകൾക്കപ്പുറമാണ്. കാണുന്നത് മാത്രമല്ല, നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ ടൈം നമുക്ക് വേണ്ടി തരുന്നു, ഭവ്യയുടെ പാട്ടിന് അവർ കമൻറ്റ് തരുന്നു. ഇതൊക്കെ ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ് ഭവ്യ ഇവിടം വരെ എത്തിയതിൽ. ഭവ്യ ഒരു പുതിയൊരു ഐഡന്റിറ്റിയാണ് എനിക്ക് തന്നത്. അതെ, ഇപ്പോൾ മ്യൂസിക്കൽ വൈഫ്, ഫൈനലിസ്റ്റിന്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഒരു സർപ്രൈസ് എലിമെന്റ് എന്താന്ന് വെച്ചാൽ, സംഗീതനെ ഇതിനെ സൂം കോളിന്റെ അകത്തൂടെ കാണുമ്പോൾ ഒരു ചെറിയൊരു മനുഷ്യനാ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വലിയൊരു മനുഷ്യൻ. എന്തായാലും ഈ വേദിയിൽ ചേട്ടനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ചേട്ടന്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ആള് വന്നത് നിങ്ങൾക്കും സർപ്രൈസ് ആയിരുന്നോ? അറിയാമായിരുന്നോ? സോറി, അറിയില്ലായിരുന്നു. അപ്പൊ സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നുണ പറഞ്ഞതിൽ സോറി. ഭയങ്കര സർപ്രൈസ് തന്നെ. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു വരാൻ പറ്റൂല, വരണമെങ്കിൽ അമ്മ നിർബന്ധിച്ച് പറയണ്ടായിരുന്നു. അങ്ങനെ നിർബന്ധിച്ചില്ലല്ലോ, അതുകൊണ്ട് വരുന്നില്ല. അപ്പോ ഇതിൽ കണ്ടപ്പോ ഞാൻ തീർച്ചപ്പെടുത്തി വരുന്നില്ല, വീഡിയോ കോൾ ചെയ്യുന്നല്ലേ. എന്താ പറയണ്ട, ഡെനിന്റെ ഒരു വല്ലാത്ത ഞെട്ടിക്കലായി പോയി. സത്യം പറഞ്ഞാ ഇത് എന്നോടല്ല നന്ദി പറയേണ്ടത്, സംഗീതിനോട് തന്നെയാണ്. കാരണം സംഗീതാണ് ഇത്രയും എഫർട്ട് എടുത്ത് ആരും അറിയാതെ, വീട്ടുകാരൊന്നും അറിയാതെ ഇവിടെ സർപ്രൈസ് ആയിട്ട് വന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മുഹൂർത്തം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. അപ്പൊ പരസ്പരം നിങ്ങൾ തമ്മിൽ നന്ദി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഭവ്യക്ക് സപ്പോർട്ടായിട്ട് സംഗീതം ഇനിയും തുടരുക ഈ വേദിയിൽ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു അവസരത്തിൽ കൂടെ വേണം നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഭവ്യ ഓൾ ദി ബെസ്റ്റ്. Thank you. അപ്പൊ ഇനിയും 2 റൗണ്ടുകൾ ബാക്കിയുണ്ട്, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഹസ്ബൻഡ് ഉണ്ട്, ഇനി ഹസ്ബൻഡ് ഇല്ലാത്തതിന്റെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ ഈ മഹാസംഗീത വേദിയിലേക്ക് അടുത്തതായി കോഴിക്കോട് നിന്ന് ഒരു മത്സരാർത്ഥി കടന്നു വരികയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സോന. കടലിൽ നിന്നുയരുന്നു
സോന യെസ്. അങ്ങനെ ദാ എവർഗ്രീൻ ഇറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? എനിക്ക് നല്ലോണം ആസ്വദിച്ച് പാടാൻ പറ്റി. ആ ബാക്കിയെല്ലാം ബാക്കിയല്ല അവരുടെ ജഡ്ജസിന്റെ കയ്യില്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോന നന്നായി ആസ്വദിച്ച് പാടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോന സാർ ആസ്വദിച്ച് പാടിയോ? പാടി ഉം? പാടിയോ? ഞാനും ആസ്വദിച്ചു. ആ, നന്നായി. സാർ എല്ലാരും ഇപ്പൊ ബിൽഡപ്പിന്റെ ആൾക്കാരാണല്ലേ. സൂപ്പർ. ഈ പാട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇതിൽ ഒരുപാട് സട്ടിലിറ്റി ഉണ്ട്. വോക്കൽ ഡൈനാമിക്സ്, സംഗതികൾ, കൺട്രോള്, ക്ലാരിറ്റി എല്ലാം വേണം. നന്നായി പാടി. താങ്ക് യു സാർ. That's all. മനസ്സിലായി. സോന കഴിഞ്ഞതിന്റെ വിഷമം മാറിയില്ലേ? ആ, കഴിഞ്ഞ മാറി. പ്രാവശ്യം അതെ ഇതിനെയൊക്കെ തലയൊക്കെ ചുറ്റി അവസാനം വല്ലാണ്ടായി. അതെ ഇന്ന് അതെല്ലാം നികത്തിയില്ലേ? അതെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്. താങ്ക് യു മാം. ശ്രീകാന്ത്, സൂപ്പർ. എങ്ങനെയുണ്ട് ഭാര്യ? സാർ നന്നായിട്ട് പാടാൻ പറ്റി. വെരി ഗുഡ്. പറ്റി. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നോ? സോന ടെൻസ്ഡ് ആയിരുന്നോ? അല്ല, ഈ പിന്നാലെ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഉണ്ട് കട്ടക്ക്. ആ, അതുകൊണ്ട് full family ഉണ്ട്. ടെൻഷനും വേണ്ട. ഒരു ടെൻഷൻ വേണ്ട. വേണ്ട. ഓ ഏട്ടൻ വല്ല അവരുണ്ട് ആ, അല്ലേ? സോന ഞാലക്കുട്ടി എങ്ങനെയുണ്ട്? അമ്മ നന്നായിട്ട് പാടി. പോരെ? അതെ. മതി So മതി. much of support. അതെ അതെ. സോന പാടുമ്പോഴ് ആ. അവിടെ ശ്രീകാന്ത് തുടങ്ങിയ സമയം മുതല് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവിടെ ഓക്കെ, ആ പോയിന്റ് ഓക്കെ, ഈ പോയിന്റ് അത് ഓക്കെ. അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് അതെ, അതെ, മനസ്സിലാവുന്നുണ്ട്. ആ, അതെ, കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതാണ് അതിന്റെയാണ്. അതെ അതെ. താങ്ക് യു. ചേച്ചി ഞാൻ സോനയുടെ അടുത്ത് പറയുന്നതിന് മുൻപ് ആദ്യം എനിക്ക് ഓർക്കസ്ട്ര ഭയങ്കര തീർച്ചയായും. രസമായിരുന്നു. സ്പെഷ്യലി സ്റ്റാർട്ടിങ് ഗിറ്റാർ ഭയങ്കര രസമായിരുന്നു. സോന യു ആർ വെരി ലക്കി, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത്രയും നല്ല ഒരു എന്താ സിസ്റ്റത്തോടു കൂടി ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടാൻ നമുക്കൊരു ഭാഗ്യം തീർച്ചയായിട്ടും, അതൊരു ഭയങ്കര തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എന്റെ സോനിക്ക് ഭാഗ്യമാണ്. നല്ലോണം ആസ്വദിച്ച് പാടാൻ പറ്റിയെന്ന് പറയുന്നത്. അതെ, അതെ, അതെ. അതുകൊണ്ടാണ് തീർച്ചയായും. ഞാനും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ പെർഫോമൻസ് പാടാൻ കളിക്കാനൊക്കെ പറ്റുന്നതാണ് ഭയങ്കര. ഞാൻ എപ്പോഴും അങ്ങനെ ഹാപ്പി ആവുന്ന ഒരാളാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇറ്റ്സ് ഫൈൻ. അതല്ല അതിന്റെ കാര്യം. പിന്നെ ഇത്രയും വലിയൊരു ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ കിട്ടുമ്പം തീർച്ചയായിട്ടും അതെ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ നല്ല. അതാ പറഞ്ഞ സോന ആസ്വദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആസ്വദിച്ചു. അതാണ് അതിന്റെ Thank you, സത്യം. ma'am. അപ്പം നല്ലതായിട്ട് നല്ല രസമായിട്ട് പൊതുവേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. സോനയുടെ സ്വന്തം അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ സ്വാഗതം. വരും, വെരിലോട്ട് വരും. സോനയുടെ അമ്മയെ പറ്റി സോന പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അമ്മ ഇതാ ഇപ്പോ സോനയുടെ ഈ ഫിനാലെ വേദിയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഫിനാലയിലെ ആദ്യ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് മകളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു, അല്ലെങ്കിൽ ഈ ഒരു യാത്രയെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ മോളെ തിരിച്ചു വരാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ സന്തോഷമായി. നന്നായി പാടാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഫ്ലവേഴ്സിനോട് നന്ദി പറയുന്നത്. ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തതിന് ഫ്ലവേഴ്സിനോട് നന്ദി പറയാണ്. പിന്നെ വേണു സാറ്, മഞ്ജരി മാം, പിന്നെ ബിന്ദുജ മേഡം, അവരോടൊക്കെ കാണാൻ കഴിഞ്ഞ്, അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞ്, അതൊക്കെ എനിക്ക് വലിയ സന്തോഷമായിട്ടാണ് തോന്നുന്നു. സോനയുടെ വലിയ ആഗ്രഹമായിരുന്നോ അമ്മ ഇവിടെ കൊണ്ടുവരണമെന്ന്? അതെ. അപ്പൊ ഫിനാലയിൽ എത്തിയാൽ എന്തായാലും എൻ്റെ അമ്മ ഇവിടെ വന്നിരിക്കും എന്നുള്ളത് അന്ന് വളരെ വികാര നിർഭരയായിട്ട് ഇങ്ങനെ നിന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും സന്തോഷായില്ലേ? അമ്മ വന്നു, പാട്ട് അമ്മ കേട്ടു, വന്നു, സന്തോഷായി. ആഗ്രഹം നടന്നു. ആഗ്രഹം നടന്നു. അമ്മക്ക് പേടിയായിരുന്നു ഫ്ലോറിലേക്ക് കയറാനും. എന്താ പറയാ ഒന്നും അറിയില്ല അമ്മക്ക്. അമ്മ കറക്റ്റ് എല്ലാം കൃത്യമായിട്ട് അതെ, പറഞ്ഞല്ലോ. അത് ഞാനും ഞെട്ടിയിരിക്കുക. അമ്മ എങ്ങനെ പാടുവോ? പാടിയിരുന്നു. ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. പണ്ടൊക്കെ പാടിയായിരുന്നു. എന്നിലൂടെ എൻ്റെ മകൾ പാടുന്നു അല്ലേ? അതാണ്. എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ ആഗ്രഹം തോന്നി ഈ കൊച്ചു മോള് എൻ്റെ അമ്മ പാടണം എന്ന് പറയുന്നത് ആയിരിക്കില്ലേ? അതെ അതെ. തലമുറയായിട്ട് ഇങ്ങനെ വരികയാണ് ഈ ആഗ്രഹിച്ചു ആഗ്രഹം. വരുവാണ്. ഓ, ഇന്ന് സുന്ദരിയായി ഒരുങ്ങി വന്നിട്ടുണ്ട്. അതെ, ഫിനാലെ അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒന്ന് വന്നേ, അടുത്ത വന്നേ. ശോ, ഇതാരാ? വെട്ടി വെട്ടി. അയ്യോ, ഇതാരാ ഉടുപ്പൊക്കെ തയ്ച്ചു തന്നെ? ആരോ വാങ്ങിച്ചു തന്നെ? അമ്മയാണോ ഒരുക്കിയത്? അതെ, ഞാനാണ് ഈ ഉടുപ്പ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇഷ്ടപ്പെട്ട ഉടുപ്പ്? ഓ ഓ എല്ലാം ഓ ആണ്. ഓയാണ് ആള്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പെർഫോമൻസും, അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഫാമിലിയുടെ ആ സപ്പോർട്ടൊക്കെ. നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, കല്യാണത്തിന് മുമ്പ് സോനയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അമ്മയായിരുന്നു.
ഇപ്പൊ കല്യാണത്തിന് ശേഷം ഇടവും വലവും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും. അപ്പൊ ആ അമ്മയാണ് ഇവിടം വരെ എത്തിച്ചത് സോനെ. അപ്പൊ അമ്മയ്ക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത് മകളുടെ ഈ ഒരുപാട് സന്തോഷം? ഒരുപാട് സന്തോഷായി. ഓക്കെ, ആള് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. ഇപ്പൊ ഫിനാലെ എത്തിയപ്പോ ആള് കുറച്ച് കൂളായി. പിന്നെ ഒരു വിഷമമുണ്ട് മനസ്സിന്. മോളെ അച്ഛൻ വലിയ ആഗ്രഹമായിരുന്നു, വീണ്ടും മോളിങ്ങനെ ഫ്ലോറിൽ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല എന്നുള്ളൊരു വിഷമമില്ല കാണാൻ. അച്ഛനും അമ്മയായിരുന്നു സോനയുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അച്ഛൻ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അച്ഛന് ഈ ഒരു സമയം നമ്മള് ആദരം അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ അച്ഛൻ മറ്റൊരു ലോകത്തിരുന്ന് ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സോനയുടെ ഈ ഒരു തിരിച്ചുവരവും ഈ ഒരു വലിയ വേദിയിലുള്ള പ്രകടനങ്ങളും ഇതൊക്കെ മറ്റൊരു ലോകത്ത് അച്ഛൻ ഇരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഈ ഒരു നിമിഷം അച്ഛനെ ഓർക്കുകയാണ്. അപ്പൊ അച്ഛന്റെ ആഗ്രഹവും അമ്മയുടെ ആഗ്രഹമൊക്കെ പോലെ കിരീടം ചൂടണം കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരുപാട് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ പെർഫോം ചെയ്യുന്ന എല്ലാം ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. എനിക്ക് പ്രൈസ് കിട്ടണം, ജയിക്കണം. അത്ര ആഗ്രഹങ്ങളും. സോന, ഓൾ ദ ബെസ്റ്റ്. അടുത്തതിലൊക്കെ അടിച്ച് പൊളിക്കുക. അതെ, ഞങ്ങൾക്കും ബെസ്റ്റ് മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അമ്മ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സോന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഫിനാലെ വേദിയിൽ അടുത്തതായി മത്സരിക്കാൻ വരുന്നു നമ്മുടെ സ്വന്തം മേഘന. നിന്റെ മാരന കൂടെ വരാം. പൊന്നും നിന്നും പൂണാരും വേണ്ട പൊള്ളാച്ചിത്തേവരല്ലേ. വായോ വായോ നീ മാറിൽ ചായോ. മാർഗഴി മാസമല്ലേ, മാട്ടുപൊങ്കലിൻ നെഞ്ചിലല്ലേ. മാസമല്ലേ, മാട്ടുപൊങ്കലിൻ നെഞ്ചിലല്ലേ. ഇനിയും പാലാ
കൂടി വരാം പൊന്നും നിന്നും പോണാരും വേണ്ട പൊള്ളാത്തി തേവരല്ലേ വായോ വായോ നീ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ മാട്ടുപൊങ്കലിൻ നെഞ്ചിലല്ലേ പെർഫോമൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ. എന്നെ ഒരു നന്നായിട്ട് ഈ മീശൊക്കെ വെച്ച് അച്ഛൻ ഇങ്ങനെ സംസാരിക്കില്ല അച്ഛാ. ഇത്രയൊരു പാവപ്പെട്ട കൗണ്ടർ. അതെ. തമിഴ് தெரியுமா? തമിഴ് கொஞ்சம் கொஞ்சம். அப்படியா? கொஞ்சம் கொஞ்சம் பரவாயில்ல. கொஞ்சம் கொஞ்சம் தெரியும். ஆமா. அம்மா கவுண்டர் நீங்க சொல்லணும் மாட்டு பெட்டி மச்சான் நான் அப்படின்னு சொல்லணும். அந்த மாதிரியே நல்ல கத்துல சொல்லுங்க. ஆ. சோ இப்போ நம்ம எல்லாம் தமிழ்ல தான் பேசணுமா இந்த பாட்டுக்கெல்லாம்? ஆഗ്രഹம் இருக்கு. ஆனா இவருக்கு வந்து நம்ம மாதிரி பேச தெரியாது இல்லையா? அதனால മലയാളത്തിൽ பேசலாம். சரி ஓகேங்க. എന്തായിരുന്നു ബെല്ല കുറച്ച് വിട്ടേ. ക്യാരക്ടറായിട്ട് ജീവിക്കായിരുന്നു അല്ലേ? കലക്കി. ആ കസേരയും കൂടെ കിട്ടിയപ്പോ അങ്ങ് ഹാപ്പി അവിടെ ഇരുന്ന് മോളുടെ പാട്ട് ആസ്വദിച്ച് ഇടയ്ക്ക് ക്യാരക്ടർ ആവും, ഇടയ്ക്ക് അച്ഛനാവും അല്ലേ? ഇടയ്ക്ക് ഡാൻസേഴ്സിന്റെ അടുത്തും താളമൊക്കെ ഇടുന്നുണ്ട്. അതെ, അങ്ങ് ആസ്വദിച്ചു. എന്തായാലും കലക്കി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മേഘന, പാട്ട് നന്നായി പാടാൻ പറ്റുമോ? വലിയ കുഴപ്പമില്ലാതെ പാടാം. എന്റെ ശബ്ദം കുറച്ച് അടഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും വലിയ മേഘന, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആ കുട്ടി നന്നായിട്ട് പാടിക്കോട്ടെ എന്ന്. കാരണം ഈ ഒരു വയ്യായികയും വെച്ചോണ്ട് സാധാരണ ഇത്ര പോലും പാടാൻ പറ്റില്ല, ഇത്ര പോലും പറ്റില്ല. ശരിക്കും എന്തോ ദൈവാധീനാണ് ഈ ഒരു സ്റ്റേജിൽ ശ്രുതി തെറ്റാതെ മാക്സിമം സ്ഥലങ്ങള് ആ തൊണ്ട സഹായിച്ചു. സത്യം, ദൈവം സത്യമായിട്ട് പറയാം. അമ്മയാണെങ്കിൽ ഇരുന്ന് എൻ്റെ അമ്മ സാധാരണ അച്ഛൻ സ്റ്റേജിൽ വരുമ്പോൾ ഇവിടെ കുട്ടുകുട്ടാന്നിരുന്ന് ചിരിക്കുന്ന അമ്മയാ. ഇന്ന് വല്ലാത്ത ടെൻഷനില്ല. മോളുടെ ഈ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ ആലോചിച്ച് മനസ്സ് വിഷമിച്ചോണ്ടിരിക്കുക. സാരില്ല, ദൈവം കൂടെ ഉണ്ട്. ഉഷാറായിട്ട് പാടി. പിന്നെ അതിൻ്റെ ഇടയിലൊരു പൊള്ളാത്തിച്ചേവരെന്ന് ഞാൻ കേട്ടു. വല്ലതും മനസ്സിലായോ? അതിന്റെ തിരക്കില് പാടി ലാസ്റ്റ് ആയപ്പോ പൊള്ളാത്തിച്ചേവരല്ലേ പൊന്നും നിന്നും പോണാരും വേണ്ട പൊള്ളാത്തി തേവരല്ലേ ടെലികാസ്റ്റ് തേവരല്ലേ? അല്ല, അതങ്ങനെ ആയിപ്പോയതാ. ഒന്നാമത് ശബ്ദമില്ല, അത് മനസ്സിലായില്ല എന്നുള്ളതാ. പെട്ടെന്ന് പൊള്ളാത്തിച്ചേവരോ? അതാരാ? ചെറിയ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഗംഭീരായിരുന്നു. താങ്ക് യു മാം. അടിപൊളി പെർഫോമൻസ്. താങ്ക് യു മാം. വേണുചേട്ടാ, അതെ കണ്ണേട്ടാ, എങ്ങനെയുണ്ട് കണ്ണേട്ടാ? മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് സാർ. അതാണ് എനിക്ക് തോന്നിയത്. അതെ, ധൈര്യം ഉണ്ട് കേട്ടോ. താങ്ക് യു സർ. ഇത്രയും വയ്യാണ്ട് ഇത്രയും ഒപ്പിച്ചു ടിൽ ദ ലാസ്റ്റ്. ഒരു ഫ്ലോ അങ്ങനെ എടുത്തു പറയത്തക്ക കുറ്റങ്ങളൊന്നുമില്ല. സോ താങ്ക് യു സർ. ഗുഡ്. ആൻഡ് കൗണ്ടറേ മന്നിച്ചിട്ടുണ്ട്. നമസ്കാരം. കലക്കി. ഇടയ്ക്ക് താളമിടുന്നു, ഇടയ്ക്ക് ഒരു പേടിയുണ്ട്. ഇവര് ചുറ്റുകിടന്ന് ഡാൻസ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും എന്നൊരു ചെറിയൊരു അങ്കലാപ്പ് അല്ലേ? അതെ അതെ, സമ്മതിച്ചു പുള്ളി. എന്തായാലും അച്ഛനും മോളും കലക്കി. നന്നായി. താങ്ക് യു സർ. ചേച്ചി, അല്ല, എനിക്ക് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് മാറ്റിയിട്ട് നമുക്ക് ഫാമിലി ആർട്ടിസ്റ്റിക് ഫാമിലി ഗ്രാൻഡ് ഫിനാലെ എന്നൊക്കെ ആക്കണ്ട അല്ലെ? എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഇത്. അപ്പൊ അച്ഛൻ, അമ്മ, മക്കള്, എന്താ പറയാ, നെയ്ബേഴ്സ്, ഇനി ആരാ വരാത്തെന്നുള്ളതാണ്. ഭയങ്കര രസമായിരുന്നു. പൊള്ളാച്ചി തേവരുടെ ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡാൻസേഴ്സ് പേടിച്ചിട്ടാണോ എന്നറിയില്ല, അവരാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഡാൻസേഴ്സ് പേടിച്ചു, ശരിക്കും പുള്ളിയും പേടിച്ചു. അതെ അതെ, അദ്ദേഹം പേടിച്ചു ആക്ച്വലി. അല്ല, പിന്നെ ഈ പറഞ്ഞ മാതിരി ആദ്യമായിട്ട് ചെയ്യായിരിക്കും അല്ലേ സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ? അതെ അതെ, ഇത് രണ്ടാമത്തെ പ്രാവശ്യം. ഇത് രണ്ടാമത്തെ പ്രാവശ്യം. അതും ഇവിടെ തന്നെ അല്ലേ? ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഒക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? അത് നല്ല കാര്യം. അപ്പൊ അത് അച്ഛന്റെ കൂടെ മോൾക്കും എൻ്റെ ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയത് നല്ല ഭംഗിയുണ്ട്. രണ്ടുപേരും ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന രണ്ടാൾക്കാരായിട്ട് തന്നെ, അതുപോലെ തന്നെ കൊറിയോഗ്രാഫിയും ഡാൻസും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഭയങ്കര ഭംഗിയായിട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. അങ്ങനെ മേഘന,
കണ്ണേട്ടൻ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ തോന്നി? നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി ഈ ഒരു അവസ്ഥയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത്. എനിക്ക് തോന്നുന്നു കണ്ണേട്ടനെ ഈ വേദിയിലോട്ട് വിളിക്കാം അല്ലേ? പ്ലീസ് വെൽക്കം, പ്ലീസ്. അജ, അപ്പോ എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോ പോയി റെസ്റ്റ് എടുത്തോളൂ. ആ വിഗൊക്കെ ഊരി വെച്ചോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു. ഇതാ അങ്ങനെ കണ്ണേട്ടൻ ഇന്നാണ് എത്തിയത്. എന്താണ് പറയാനുള്ളത്? എന്താ പറയണ്ട്, ഭയങ്കര ഷൈ ആകുന്നു. ഫൈനലിൽ ആകെ 5 പേര് എത്തി. ഈ 5 പേര് നമുക്ക് 5 പേരിൽ ഒരാളാവാൻ പറ്റിയതിന് വലിയ കാര്യം. ഇനി ജയിക്കുന്ന തോൽക്കുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി, അത് തന്നെ വലിയൊരു കാര്യം. അപ്പൊ കണ്ണേട്ടനും മേഘനയും ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ഗെയിം ഇറക്കണ്ടേ? ഉറപ്പായിട്ടും ഇറക്കിയിരിക്കും. ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോ ഇവര് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുവാണ്, ആ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ രണ്ടുപേരോടും നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമയും നിങ്ങളുടെ ആ ഒരു മനപ്പൊരുത്തൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പോകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥലം. മേഘന ഭർത്താവ് ഏറ്റവും കൂടുതൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം പറഞ്ഞോളൂ. കണ്ണേട്ടൻ ഭാര്യ ഏറ്റവും കൂടുതൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം പറഞ്ഞോളൂ. അമ്പലങ്ങളിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏത് അമ്പലം? ഏതമ്പലം എന്നൊന്നുമില്ല, എല്ലാ അമ്പലങ്ങളിലും. അമ്പല ദർശനമാണ് അതെ, അമ്പലം. കണ്ണേട്ടന് ഇഷ്ടം. മേഘനയ്ക്കോ? അല്ല, മേഘനൊക്കെ എവിടെ പോയാലും സന്തോഷമാണ്. ഇന്ന സ്ഥലം നിന്നില്ല, എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും സന്തോഷമാണ്. എന്നാലും ഒരു പെർട്ടിക്കുലർ സാറ്റിസ്ഫൈഡ് ആണ്, അതാണ് മേഡം. എവിടെ പോയാലും സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണോ മേഘന? അതെ, അങ്ങനെ തന്നെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹമില്ല. അല്ല, മേഘന എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ, നമുക്ക് ഒരു ട്രിപ്പ് പോകാം, ഇന്ന കുറച്ച് ദൂരെയെല്ലാം പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൂരെയുള്ള അമ്പലത്തിലാണെന്ന് മാത്രം പറയരുത്. അമ്പലങ്ങളിലല്ല, അല്ലാണ്ട് നമുക്ക് എന്നാലും മനസ്സിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫോറിൻ കൺട്രീസോ അല്ലെങ്കിൽ ഊട്ടിയോ മൈസൂരോ ഹൈദരാബാദോ. ഇപ്പൊ ഭവ്യ സിംഗപ്പൂരുള്ളത്, അപ്പൊ അതുപോലെ സ്വിറ്റ്സർലാൻഡ്. അയ്യോ ഞാൻ ഓവർ ടൈം ചെയ്യേണ്ടി വരുമല്ലോ ബാങ്കിൽ. അതല്ല അങ്ങനെയല്ല അദ്ദേഹം വിചാരിച്ചത്. മഞ്ചരിക്ക് വല്ല ആവശ്യമുണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആ കുട്ടിയെ കൊണ്ട്, ഇതല്ലേ? അതാണ് ആലോചിച്ചത് അദ്ദേഹം. അപ്പൊ എന്തായാലും മോർണിംഗ് ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ആയിട്ട് ബാങ്കിൽ വർക്ക് ചെയ്ത് ഇതിന് വേണ്ട അല്ലേ പിന്നെ കണ്ടെത്താ മേഘനയുടെ ഒരു ആഗ്രഹമല്ലേ? ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായി കണ്ട സിനിമ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഏതാണെന്ന് ഓർമ്മയില്ല. മലയാള മാസത്തിനുള്ളിൽ അതൊന്നും മറന്നു പോകാൻ പറ്റില്ല കേട്ടോ, സമ്മതിക്കില്ല. കല്യാണത്തിന് മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോരട്ടെ. കല്യാണത്തിന് മുമ്പ് രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ട സിനിമ പെട്ടെന്ന് പറയാലോ. ഓർമ്മയില്ല മേഡം. അത് ഓർമ്മയില്ലേ? മേഘനയ്ക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഒട്ടുമില്ല, ഞാൻ മറവിന്റെ ആളല്ലേ. ഇനി അടുത്ത ചോദ്യം. മേഘന ഇപ്പോ സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം ഇപ്പോ ഒറ്റയ്ക്ക് അവിടെ മാറി താമസിക്കുകയാണ് ബാങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കാർവാറിൽ അല്ലേ? ഓക്കെ. അവിടെ ഇപ്പൊ ആദ്യമായി പോയപ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? ഈ സമയത്തല്ല, കൊറോണ സമയത്ത് കുക്ക് ചെയ്യേണ്ടി ചിരിക്കുന്നു മേഘന. എന്താ അത് പറയൂ. എനിക്ക് കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ല സാർ, അതാ കാര്യം. അല്ല, മേഘനയും കൊണ്ടുപോയപ്പോൾ കുക്ക് ചെയ്തോ? മേഘന ചെയ്തിട്ടുണ്ട്. ശരി, അപ്പൊ ചോദ്യം ഇതാണ്, നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നത്? ഞാൻ. മേഘന തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് വെച്ച ഒരു ഡിഷ് എന്താണ് കാർവാറിൽ വെച്ചിട്ട്? പ്രത്യേകിച്ച് ഒരു പേര് കൊടുക്കാൻ പറ്റില്ല, ഒരു സാധനം ഉണ്ടാക്കി കഴിച്ചാലുള്ളത്. ശരി, ഇനി അടുത്ത ചോദ്യം. മേഘന കുക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എന്താണ്? സാമ്പാർ. സാമ്പാറായിട്ട് തന്നെ തോന്നുന്നു. പാളിപ്പോയ ഡിഷോ? അല്ല, മേഘന സാമ്പാറാക്കിയിട്ടുണ്ട്. അത് കർണാടക സാമ്പാർ പോലെയാണ്. കുറച്ച് മധുരമൊക്കെ. അല്ല മേഡം, കർണാടകത്തില് സാമ്പാർ സാധാരണ ഒഴിച്ചു കഴിഞ്ഞാല് 4 ഭാഗത്ത് നിന്നും വെള്ളം മുങ്ങി വരും. നമുക്ക് ഉള്ളി തക്കാളി ഇതൊക്കെ മറ്റേ വേർതിരിച്ചെടുക്കാം. അതായത് ആള് ഇവിടത്തെ സാമ്പാറാണ് ഉണ്ടാക്കിയത്, അവിടെ വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് അവിടുത്തെ സാമ്പാറായി പോയി. മേഘനയ്ക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താ? കഴിക്കാൻ ഇഷ്ടം മേഘന പറയരുത്. കണ്ണേട്ടൻ പറഞ്ഞു. എനിക്ക് കേക്കുള്ള ഇഷ്ടം മേഡം. കേക്കാണോ? മുഖത്തൊരു അല്ലേ ഒരു സന്തോഷമില്ല. അല്ല, കേക്കും ഇഷ്ടാണ്. കുറച്ചുകൂടി ഒരു ചോറ് ഐറ്റംസ് പറയൂ. അല്ല, നന്നായി എന്ത് ഭക്ഷണം കഴിക്കും മേഡം? ഇന്നതൊന്നുമില്ല, എല്ലാം മധുരം പ്രത്യേകിച്ച്. അപ്പൊ ഈ കണ്ണേട്ടന് ഇഷ്ടമുള്ള എന്താ? കണ്ണേട്ടന് കഞ്ഞിയും പുഴുക്കും, പിന്നെ പുട്ടും കടലും.
പുട്ടും കടല. നമ്മുടെ മറ്റു നാട്ടുകളിൽ പോയി നമുക്കിത് ഇല്ല കിട്ടില്ല. അല്ല ആ ബാക്കി എല്ലാ സാധനവും കിട്ടും. നമ്മുടെ പുട്ടും കടലയും മറ്റൊരു സ്റ്റേറ്റിലും കിട്ടുന്നില്ല. മേഘന അപ്പൊ എന്തും തിന്നും. ഞാൻ എന്ത് തിന്നും, എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടം. ഇഷ്ടമാണ്. ഭർത്താവിന് ഇതാണ് ഇഷ്ടം. പുഴുക്കും കഞ്ഞിയും കഞ്ഞി, പിന്നെന്തൊക്കെയാ? പുട്ട്, കടല, നാടനായിട്ടുള്ള എന്ത് ഭക്ഷണം എല്ലാം. നാടനായിട്ടുള്ള എല്ലാ ഭക്ഷണം. എനിക്കും ഇഷ്ടം കഞ്ഞിയും പുഴുക്കും. കുഞ്ഞിയും പുഴുക്കും. കഞ്ഞിയും പുഴുക്കും. ഇത് മറ്റേ തേവരുടെ ബാക്കിയാണ്. തീർന്നിട്ടില്ല. പൊള്ളാച്ചി. പൊള്ളാത്തി ചേവരല്ലേ. അതിന്റെ ബാക്കി കഞ്ഞിയും പുഴുക്കും. അല്ല, ഒരു തക്കാളി കഥയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞല്ലോ. തക്കാളി കറി ഉണ്ടാക്കിയ കഥ ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല. എന്താ ശരിയാണോ മേഘന? തക്കാളി ഉള്ളി വഴറ്റിയിട്ട് ഞാൻ ആക്കി തന്നില്ലേ? അത് ഞങ്ങളുടെ ഒരു ഫേമസ് ഡിഷാണ്. ഉള്ളിയും തക്കാളി ഇട്ടിട്ടുള്ള ഒരു ഐറ്റം. എന്ത് സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും ഭയങ്കര ടേസ്റ്റ് അത്. ഞാൻ ഇന്ന് രാവിലെ കഴിച്ചതേ ഉള്ളൂ. ആഹാ. ആ ശരി, അത് ഉണ്ടാക്കിയിട്ട് എന്താണ് സംഭവം? എന്താ നന്നായോ? ആദ്യം കുറച്ച് പോരായ്മകൾ ഉണ്ടായിന്, പിന്നെ ഞാൻ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ച് ചൈനീസ് ആക്കി കളഞ്ഞു. ചൈനീസ് ആക്കി കളഞ്ഞു. പലതവണ ഉണ്ടാക്കി പെർഫെക്റ്റ് ആയി. അല്ല ഇപ്പൊ സെറ്റായി. ആക്കി ശരിയായി. ടൊമാറ്റോ സോസും തക്കാളിയുടെ ഫ്ലേവറൊക്കെ. നിങ്ങളാരും മീനും മീറ്റും ഒന്നും കഴിക്കില്ലേ? അതൊക്കെ നാട്ടിൽ വന്ന് കഴിക്കുന്നത്. അത്രേ ഉള്ളൂ. നാട്ടിലോ? ഞാൻ എവിടുന്നും കഴിക്കും. ഞാൻ എവിടെന്നും കഴിക്കും, എന്തും കഴിക്കും. മീനിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതെന്താ? അത് എനിക്ക് ഇഷ്ടല്ല. മീനിനെ ഇഷ്ടല്ല. മീൻ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കും അത്യാവശ്യം, എനിക്ക് തോന്നണം. ഈശ്വര. പക്ഷേ അതിലും ടൊമാറ്റോ സോസ് ഒഴിക്കോ? ചെമ്മീനൊക്കെ ഇഷ്ടാ. ചില ഈ സീ ഡിഷ് ഉണ്ടാവില്ലേ? മേഘനയുടെ മുഖം മാറുന്ന കണ്ടോ? ഭക്ഷണത്തിനെ പറ്റി അതായത് നാഗവല്യ ചെലങ്കൊക്കെ പരിചയപ്പെടുത്തുന്ന പോലെ കണ്ണൊക്കെ പുരിയൊക്കെ. ഇതാണ് ഫേവറേറ്റ് ടോപ്പിക്. ശരി, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുന്നു. അപ്പൊ കാത്തിരുന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കണ്ണേട്ടാ, താങ്ക് യു സോ മച്ച്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഈ ഫിനാലെ വേദിയിൽ അടുത്തതായി പാടാൻ വരുന്നത് നമ്മുടെ എല്ലാം സ്വന്തം കിൻഷ. ജീവരാഗമധുലഹരീരാ സ്നേഹമെന്ന മണിശലഭമിതാ ജീവരാ
മധുലഹരിതാ സ്നേഹമെന്ന മണിശലഭമിതാ കൂടാരത്തിൻ പുളകമിതാ കുറുമൊഴി മുല്ല പൂക്കളിതാ കൂടാരത്തിൻ പുളകമിതാ കുറുമൊഴി മുല്ല പൂക്കളിതാ ഒന്നായി പാടാ കതിരണി മലരെ കളിയാടൂ കരളുകൾ കുളിരും കഥ പാടൂ പുതിയൊരു പുളകം പൂത്തുവിടന്നു സരിഗപ രിഗപ സഗരസ തകിര നടകി തജനു തകി തീന്തകിടകോ തിരനകിട തിരനന തിരനന ഉനക്ക് തിരനന നിനക്ക് തിരക്ക് തിരനാ പദ പദ രിഗ സരി സഗ പദ സരി രിഗ സരി ഗ പദ സ പദ പദ രിഗ സരി സഗ പദ സരി രിഗ പ്രാണനാളമൊരു മുരളികയായി നൃത്തതാളജതിയുണരുകയായി ധീര ധീരനാ താം ധീരനാ താം ധീരനാ പ്രാണനാളമൊരു മുരളികയായി നൃത്തതാളജതിയുണരുകയായി പോരൂ പോരൂ മനസ്സുകളെ പുതിയൊരു പൂവിൻ തേനുണ്ണാൻ പോരൂ പോരൂ മനസ്സുകളെ പുതിയൊരു പൂവിൻ തേനുണ്ണാൻ ഒന്നായാടാ ഒരു നവലോകം വിടരുന്നു ഓമൽ ചിറകുകൾ വിടരുന്നു പുതിയൊരു പുളകം പൂത്തുവിടന്നു സരിഗപ രിഗപ സഗരസ തകിര തനകി തജനു തനകി തീന്തകിടകോ തിരന തിര തിരനന തിരനന തുനക്ക് തിരനന നിനക്ക് തിനക്ക് തിരനാ പൊൻ കസവുനുറിയും പുതുനിലാവോ കളഭമൊഴിഞ്ഞു സ്വർഗം തുറന്നു വരും സ്വപ്നം മധുമധുരമന്ദാരമല ചൊരിഞ്ഞു മിഴികളിൽ അഴകിൻ മഷിയെഴുതൂ നീ ഹൃദയമൃദംഗം തരളിതമാക്കൂ പുതിയൊരു പുളകം പൂത്തുവിടന്നു സരിഗപ രിഗപ സഗരസ തകിര തനകി തജനു തനകി തീന്തകിടകോ തിരനന 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 തുനക്ക് തിരനന നിനക്ക് തിനക്ക് തിരനാ തിരനന 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 തുനക്ക് തിരനന നിനക്ക് തിനക്ക് തിരനാ തിരനന 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 തുനക്ക് തിരനന നിനക്ക് തിനക്ക് തിരനാ നിനക്ക് തിനക്ക് തിരനാ നിനക്ക് തിനക്ക് തിരനാ അല്ല പാട്ട് കഴിഞ്ഞിട്ട് എന്തായിരുന്നു രണ്ടുപേരും ഒരു സ്വകാര്യം പറച്ചിൽ? പാട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതാ. എന്താ പാട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തേ? ഒന്നുമില്ല. ആ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വെറുതെ നന്നായിന്ന് പറഞ്ഞതാ. അല്ല, ഭാര്യയോട് പറഞ്ഞത് നാട്ടുകാരും കേൾക്കട്ടെ. ആ അതെ, പാട്ട് പാടിയത് നന്നായിന്ന് പറഞ്ഞതാ. നന്നായി കോൺഫിഡൻസ് തന്നതാണ്. ശരി, തിരിച്ച് കോൺഫിഡൻസ് കൊടുത്തോ? അല്ല, പുള്ളിയുടെ ചങ്കൂറ്റത്തിന് ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് മതിയാവുന്നില്ല. ഏത് റൗണ്ട് വന്നാലും ഇവിടെ വേദിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കയറുക. കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് കൊടുത്തു. ശരി, അപ്പൊ ഇനി പാട്ടിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് അതോ പെർഫോമൻസിനെ കുറിച്ച് വേണോ അറിയാൻ? പെർഫോമൻസിനെ പറ്റി പറയണേ, നമ്മുടെ ഡാൻസേഴ്സിനെ പറ്റി അവർക്ക് വലിയൊരു കൈയടി കൊടുത്തേ പറ്റൂ. എന്തായിരുന്നു പെർഫോമൻസ്? ഞാനിങ്ങനെ ചേച്ചിയെടുത്ത് നോക്കിയിട്ട് അയ്യോ അയ്യോ, ചേച്ചി ഇവിടെ നമ്മുടെ ഡാൻസിന്റെ ആളാണ്. അതല്ല, ഞാനിങ്ങനെ ഇൻഫാക്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, സത്യം പറഞ്ഞാൽ അവരെ ഒന്ന് തിരിച്ച് വിളിച്ച് എനിക്ക് നല്ലൊരു കൈയടി കൊടുക്കണം എന്നുണ്ട്. ഒന്ന് വരാമോ പ്ലീസ്? എല്ലാരും ഒന്ന് സ്റ്റേജിൽ വരാമോ? ഈ ഒരു ആക്ടില് നിങ്ങൾ ബോയ്സിന്റെ എനർജി ആൻഡ് കൈൻഡ് ഓഫ് എഫേർട്ട് യു ഹവ് പുട്ട് ടു ദിസ് ഭയങ്കര കയ്യടിയുണ്ട് കേട്ടോ. ഭയങ്കര കയ്യടിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പിന്നെ നിങ്ങൾ എത്ര സമയം എടുത്തു ഇത് പഠിക്കാൻ? ഈ
ഇങ്ങനെയൊക്കെ ഈ ചാടിയിട്ടൊക്കെ അതിൽ ഒരാള് ഞാൻ പറയട്ടെ, സെന്ററിൽ വന്നിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആക്ട് ഒരാൾ ചെയ്ത ആരായിരുന്നു? അത് മാത്രം ഒന്നും കൂടി ഒന്ന് ചെയ്യാം. ബിക്കോസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഈ ഫ്രണ്ടിൽ ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തത് ഭയങ്കര രസമായിരുന്നു അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അല്ല, ആ കഴിഞ്ഞ ഫിനാലെ പോസും വേണം, ഫ്രീസിംഗ് പോസ്. മൈ ഗോഡ്. പിന്നെ ഓഫ്കോഴ്സ് പാട്ടിനെ പറ്റി നമ്മൾ പെർഫോമൻസ് എന്ന് പറഞ്ഞോട് തുടങ്ങിയത് കൊണ്ടാണ് മോളെ നന്നായിട്ട് പാടി. ഭയങ്കര കളർഫുൾ ആയിരുന്നു. ആസ് ഓൾ എന്താ പറയുക, ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, കേൾക്കാൻ അതിലേറെ ഇമ്പമായിരുന്നു. ഭയങ്കര രസം. പ്ലസ് ഹസ്ബൻഡിൻ്റെ ഒരു തുണ. പാടണോ ഡാൻസ് ചെയ്യണോ ഹസ്ബൻഡിനെ നോക്കണോ എന്തായിരുന്നു എന്ന് എനിക്കൊരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോ നേരത്തെ നമ്മുടെ ഡാൻസറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുള്ളിയും ഇവിടെ ഒരു അഭ്യാസം കാണിച്ചിരുന്നു. അപ്പൊ നമ്മൾ പുള്ളിനെ വിട്ട് കളയുന്നത് ശരിയല്ല, ഒരിക്കലും അല്ലെ? പുള്ളിയുടെ ആ ഒരു ചെറിയ നമ്പർ ഇറക്കിയ സോങ്ങിന്റെ ഇടയിൽ ഇറക്കിയ സാധനം അപ്പൊ എന്തായാലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇനിയും തുടരുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ഇനി ഈ സർക്കസ് കമ്പനിയിലെ ഡാൻസേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിന്റെ ഓണർ ഉണ്ട്, അവിടുത്തെ ഗായികയുണ്ട്, ഇവരെ പറ്റി നമുക്ക് സംസാരിക്കാം അല്ലേ? നല്ല തൊപ്പി കേട്ടോ. ശരി മഞ്ജരി, പാട്ടിനെ കുറിച്ച് അവസാനം കിൻഷ കുറച്ച് കഷ്ടപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തിട്ടും അടുക്കുന്നില്ല അല്ലേ? ഇരുമ്പും കാന്തോ പോലെ തിരിച്ചു വെച്ച പോലെ ഞാൻ പോകുമ്പോ ഓപ്പോസിറ്റ്. പാവം കിൻഷ പാടുകയും വേണം, ഇത് അഭിനയിക്കുകയും വേണം, എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. കിൻഷ നല്ല ഈ കസവ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പൊൻ കസവ് എന്നൊക്കെ പറഞ്ഞേ ഗംഭീരായിട്ട് പാടി. അച്ഛനും അമ്മയും പെർഫോം ചെയ്യുമ്പോഴേ മോള് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ്. അതെ അല്ലേ? എടോ എടോ വാ. അഭിമാനത്തോടു കൂടി ചാരിയിരിക്കുവാണ്. വന്നേ, കടന്നു വരൂ. അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പെർഫോമൻസിൽ? രണ്ടാളെ. അച്ഛമ്മ അങ്ങനെയല്ല, അച്ഛമ്മ. അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? അച്ഛമ്മ. രണ്ടുപേരെ ഇഷ്ടമാണ് അല്ലേ? എന്താ മോളുടെ പേര്? പാർവതി. പാർവതി പാട്ടുകാരിയൊക്കെയാ. ഇതിനു മുമ്പ് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അല്ലേ? ശരി വേണു ചേട്ടാ. ഹായ് കിൻഷ, നന്നായി പാടി. ഇത് ഞങ്ങള് ജഡ്ജസിനെ വലിയൊരു ജോലിയാ. അതെ, പാട്ട് കേൾക്കണം, ജഡ്ജ് ചെയ്യണം, ഡാൻസ് കാണണം, എല്ലാം കൂടി എന്ത് ചെയ്യും? അതിനിടയിൽ ക്ലൗൺസ്, മാജിക്, ഓണർ, എന്താ പറയുക, അക്രോബാറ്റിക്സ്, എല്ലാം കൂടി എല്ലാം ഉണ്ട്. അതെ സുമേഷ്, നല്ല ചിരിയാണ്. ബ്യൂട്ടിഫുൾ. ഒന്ന് ചിരിക്കണം. ഗുഡ് 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 ഗുഡ്. താങ്ക് യു സർ. അവസാനം കിൻഷയുടെ മുഖം ശ്രദ്ധിച്ചിരുന്നു. അപ്പത്തേക്കാണ് അവിടെ എത്തിയത്. വേഗം ആ സമയത്തിന് എത്താൻ പറഞ്ഞിട്ടില്ലേ? ശരി, ഏതായാലും കലക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അടുത്ത റൗണ്ടിൽ വേറെ പുതിയ വേഷത്തിൽ കാണാൻ പറ്റുമോ? കാണാം. ശരി, ഓക്കെ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ ഈ ഫിനാലെ വേദിയിൽ അടുത്തതായി പാടാൻ വരുന്നത് നമ്മുടെ സ്വന്തം ആതിര വിജിത്ത്. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും പടകാളി പെണ്ണെ നിന്റെ മണിമീയിൽ ചാത്തിടാം തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും
ഞാനൊന്ന് ഇവിടെ തൊട്ടോട്ടെ. ഇതാണ് ചേച്ചി ഞങ്ങൾ നേരത്തെ പറഞ്ഞ നടൻ. എന്തായിരുന്നു നടികർ തിലകം. അതെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, വേദിയിൽ വന്ന മട്ടുമാറുന്ന്. മട്ടുമാറിയില്ലേ? ഭയങ്കരമായിട്ട് മാറി, നല്ലോണം മാറി. ചേച്ചി, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കളർഫുൾ പെർഫോമൻസിനെ പറ്റി ചേച്ചിയോട് തന്നെ ചോദിക്കാം അല്ലേ? ചേച്ചി ഇഷ്ടപ്പെട്ടോ ഈ ആക്ച്വലി പെർഫോമൻസ്? കറക്റ്റ് ആയിട്ട് പറഞ്ഞു, കളർഫുൾ പെർഫോമൻസ് തന്നെയായിരുന്നു. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഒരു കോളേജിലൊക്കെ, അതായത് ഒരു 80s കോളേജിൽ പോയ ഒരു റീയൂണിയൻ ഫീലിംഗ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. നമ്മുടെ ടൈം 80s. 80s ആവേശം വരുന്നതായി. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഡാൻസേഴ്സിന്റെ ഒരു പ്ലേസ്മെന്റും അവരിൽ നിന്ന് ആകെ മൊത്തം ഒരു എനർജി ലെവലും, പ്രത്യേകിച്ച് അവരുടെ കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഫാന്റാസ്റ്റിക് ആയിരുന്നു. നല്ല രസമായിരുന്നു, യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും സാറ് മറ്റേ PT മാഷാണോ അതല്ലെങ്കിൽ എന്താണ് PT മാഷാണോ? PT മാഷാണോ? അപ്പൊ ഈ മുടി വെട്ടി കളയണം, അതാണോ? അത് ഭാര്യയുടെ ആഗ്രഹപ്രകാരമാണോ അതോ കൊറിയോഗ്രാഫറിന്റെ ആഗ്രഹമാണോ? കൊറിയോഗ്രാഫറിന്റെ ആഗ്രഹമാണ്. നല്ലായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. എഗൈൻ നല്ല ഈ പറഞ്ഞ മാതിരി ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അത് ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ ഹസ്ബൻഡിനും കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. വളരെ സന്തോഷം, ഭയങ്കര രസമായിട്ട്. ടോട്ടലി ഭയങ്കര ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. വിജിത്, യു ആർ എ റെവലേഷൻ. ഒരു ഫൈൻഡ് സാധിക്കുന്നു. സോ ഗുഡ്. ആൻഡ് ആതിര, ഈ ഇത്രയും പെർഫോമൻസിനിടയിൽ ഒരു മിസ്റ്റേക്ക് ഇല്ല, അതാണ് സോ പർട്ടിക്കുലർ. പെർഫെക്റ്റ്. ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അതിര ചേച്ചി, വാക്കുകളില്ല പറയാൻ. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എസ്പെഷ്യലി നമുക്ക് ഈ എല്ലാവരുടെയും ഒത്തുചേർന്നിട്ടുള്ള ഒരു സിനിമ സ്റ്റൈൽ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിൽ അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ അതിൽ പാടുകയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതെന്തുകൊണ്ടാ? നന്നായി പാടുന്നതുകൊണ്ടാണ്. നമ്മൾ ആ പാട്ടിനോട് ഒരുപാട് ചേർന്ന് നിന്ന് അത്രയും ഫീൽ കൊടുത്ത് പാടുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്ന ആൾക്കത് തോന്നാത്തത്. അപ്പോൾ ഫാന്റാസ്റ്റിക്. ആതിര ഗംഭീരായിരുന്നു. പിന്നെ അന്യൻ അത് 5 കൊലയും ഞാൻ ഒന്നുമേ പണല്ല. അതുപോലെ പല വേഷങ്ങളിൽ വന്ന് ഞങ്ങളെ എന്താണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വിജിത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. പ്ലാൻ ചെയ്ത് അടിച്ചാണോ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ അല്ല, പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ആവേശത്തിൽ കയറി നല്ലോണം കൊടുത്തു. സന്തോഷായി. നേരത്തെ റൗണ്ടിൽ വന്നിട്ട് പുള്ളിക്കാരത്തിനെ പറഞ്ഞാണല്ലോ. വേണമെങ്കിലേ ആ ഏരിയ മാത്രം ഒന്നും കൂടി ഒന്ന് നോക്കാം. ശരിയായില്ല. അല്ലല്ല, അങ്ങനെയല്ല. അല്ല ചേട്ടാ, ശരിയായിട്ടില്ല. ഒരു ടേക്കും കൂടി പോവാന്നാണ്. വേണ്ട, ടേക്ക് മതി അല്ലേ? വീട്ടിലും എനിക്ക് ഇതാ അവസ്ഥ. ഇനി ഇവിടെയും ശരി. എന്തായാലും രണ്ടുപേരും കൂടി കലക്കി. നിങ്ങൾ രണ്ടുപേരും പല പല പെർഫോമൻസുകളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.